ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാറസ് പാരഡൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അറിയാം നാച്ചുറൽ DIYs ആണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നും നമ്മുടെ ഈ ഒരു താരന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും നിർബന്ധമായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ താരനെ തുരത്തി ഓടിക്കാൻ പോകുന്നത്. അപ്പൊ താരൻ നമുക്കറിയാം, താരൻ ഉണ്ടാവുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഒരു മുടി കെയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പാളിച്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ താരൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരുപാട് ഓയിൽ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓയിൽ ഒട്ടും ഇല്ലാത്ത അവസ്ഥയായിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുടിയിൽ താരൻ ഉണ്ടാവുന്നത്. അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഹെയർ ഫോൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ താരം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കളഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഹെയർ ഗ്രോത്തിന്റെ ആവട്ടെ, ഹെയർ ലെങ്ത് വെക്കാനുള്ളതാവട്ടെ, തിക്ക് വെക്കാനുള്ളതാവട്ടെ, എന്ത് പാക്ക് ചെയ്തിട്ടും കാര്യമുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ തലയിൽ താരൻ ഉണ്ടെങ്കിൽ അത് കളയുക എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും ഒരുപാട് പ്രോഡക്ട്സിന്റെ പിറകെ പോകുന്നതിനേക്കാളും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് അല്ലേ. അപ്പം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതും അത് തന്നെയാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിന്റെയും സ്കിൻ കെയറിന്റെയും ഒക്കെ റെമഡീസ് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ 2 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 2 ഇൻഗ്രീഡിയൻസ് നിങ്ങൾ സെപ്പറേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്, നമ്മുടെ താരനൊക്കെ നന്നായിട്ട് കളയാനായിട്ട് സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നിങ്ങളുടെ മുടി ഏത് തന്നെ ആവട്ടെ, ഡ്രൈ ഹെയർ ആവാം, ഓയിലി ഹെയർ ആവാം, ഏത് തരം ഹെയർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു DIY പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ കണ്ടിട്ട് വേഗം വരൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ DIYയുടെ മെയിൻ ചീഫ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. നല്ല കട്ടത്തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 2-3 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. അത് നിങ്ങളുടെ ഹെയർ ലെങ്ത്തിനനുസരിച്ചിട്ടും കൂടിയാണ് കേട്ടോ. നിങ്ങളുടെ ലെങ്ത്ത് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ അളവെടുക്കാം. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. അതായത് തലേ ദിവസം വെച്ചിട്ടുള്ള കഞ്ഞിയുടെ വെള്ളം പിറ്റേ ദിവസം എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫെർമെൻ്റ് ചെയ്ത കഞ്ഞിവെള്ളം, അതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു DIY പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം കഞ്ഞിവെള്ളം ഒരുപാടൊന്നും വേണ്ട. നമ്മുടെ ഇതിൻ്റെ തൈരിൻ്റെ കട്ടി കുറച്ച് കുറയ്ക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള കഞ്ഞിവെള്ളം മാത്രം മതി. അപ്പം ഞാനൊരു ടീസ്പൂണോളം കഞ്ഞിവെള്ളം എടുത്തൊഴിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ചും കൂടി കഞ്ഞിവെള്ളം ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി കഞ്ഞിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നേരത്തെ ആഡ് ചെയ്ത് അത്ര ആഡ് ചെയ്യുന്നില്ല, അതിനേക്കാൾ ഒരു 1/2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടോട്ടലി ഞാനിപ്പം 1.5 ടീസ്പൂൺ കഞ്ഞിവെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടി അധികം തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കട്ടി കുറച്ച് കുറയ്ക്കാനായിട്ട് കഞ്ഞിവെള്ളം കൂടുതൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഓയിലാണ്, വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങളുടെ മുടി ഡ്രൈ ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അല്ല, നിങ്ങളുടെ മുടി ഭയങ്കര ഓയിലി ആണ്, മുടിയിൽ അത്യാവശ്യം ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ മുടിയിൽ ഇന്ന് ഞാൻ എണ്ണ അപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാനിതിലേക്ക് വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിലാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന റെമഡി എന്ന് പറയുന്നത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. തൈരും കഞ്ഞിവെള്ളവും. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഫെർമെൻറ്റഡ് കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് പിറ്റേ ദിവസം എടുക്കില്ലേ, അതുപോലെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഹെയർ ഗ്രോത്തിനാണെങ്കിലും ഹെയർ ഫോളിനാണെന്നുണ്ടെങ്കിലും എല്ലാ ഹെയർ ഇഷ്യൂസിനും നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത്, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. താരൻ പോകാനൊക്കെ ഒറ്റ ദിവസം കൊണ്ട്, ചെറിയതായിട്ടുള്ള താരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ താരൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അടിപൊളി സംഭവമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൂട്ടിലുള്ളത്. അപ്പം തൈരിന്റെ ഗുണങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയെ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനെ നല്ല രീതിയിൽ തണുപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഹെയർ ഫോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തൈര് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിന്റെയും ഈ തൈരിന്റെയും ഈ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലാണ് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം താരനിരിക്കുന്നത് സ്കാൽപ്പിലാണ്. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ
വാഷ് ചെയ്ത് കളയുക. ഷാമ്പു ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്ത് വേണമെങ്കിൽ കഴുകി കളയാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിർബന്ധം ഒട്ടും തന്നെ ഇല്ല. പലരും ഷാമ്പു ഉപയോഗിക്കാറില്ല, അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയായിരിക്കും മുടി കഴുകുന്നവർ. അപ്പൊ അങ്ങനെയുള്ളവരൊന്നും ഷാമ്പു ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് തൈരിന്റെയോ കഞ്ഞിവെള്ളത്തിന്റെയോ ഫെർമെന്റഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ഫെർമെന്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് കുറച്ച് സ്മെൽ ഉണ്ടാവാം. അപ്പൊ അത് സഹിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഷാമ്പു യൂസ് ചെയ്യുക. ഓർമ്മിക്കേണ്ട കാര്യം, മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂസിന്റെ റിവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അവിടെ പോയി കണ്ടാലും മതി. പിന്നെ ഹെയർ ഗ്രോത്ത് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ വേഗം അവിടെ പോയിട്ടൊന്ന് കാണാം. ഹെയർ ഗ്രോത്ത് ടിപ്സ് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ താരന്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ താരൻ കളയാതെ വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റൂട്ട് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ലെങ്ത് ആണെങ്കിലും തിക്കാണെങ്കിലും എല്ലാം നമുക്ക് തലയിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മളൊരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിന്റെ ചുറ്റോടുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ നല്ല ക്ലീൻ ആക്കി വെക്കില്ലേ, അതേപോലെ തന്നെയാണ് മുടിയാണ് നമ്മുടെ പ്ലാന്റ്. നമ്മൾ അതിന് ചുറ്റുമുള്ള പ്രദേശമാണ് നമ്മുടെ ഈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്കാൽപ്പ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കുക. സ്കാൽപ്പിലുള്ള താരനൊക്കെ കളയുക ആദ്യം. അപ്പൊ ഈ ഒരു റെമഡി വെച്ചിട്ട് നമുക്ക് താരനൊക്കെ കളയാം. അപ്പൊ ഇത് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നമുക്ക്. മസാജ് ചെയ്യണം കേട്ടോ, താരനൊക്കെ ഇങ്ങനെ ഇളകി പോകാനായിട്ടേ. തൈര് വളരെ നല്ലതാണ് കേട്ടോ താരൻ കളയാനായിട്ട്. നമ്മളിപ്പം മുടി ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് മാത്രമല്ല, മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടിയിട്ടും അപ്ലൈ ചെയ്യാം, അല്ലാണ്ട് മുട്ടയുടെ വെള്ള മാത്രം എടുത്തു അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മുടി കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. തൈര് തേച്ചാൽ തന്നെ മുടി സോഫ്റ്റ് ആയിക്കോളും. എന്നാലും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ മുട്ടയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് ലെമൺ ജ്യൂസ് ആണ്. ചെറുനാരങ്ങയുടെ നീര് ഒരു ഹാഫ് ടീസ്പൂണൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ വളരെ നല്ലതാണ്, മുടിക്ക് വളരെ നല്ലതാണ്. എന്ന് വെച്ചിട്ട് അത് മാത്രം അപ്ലൈ ചെയ്യരുത് കേട്ടോ ഒരിക്കലും. നമ്മൾ ലെമണും ഹണിയും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും. ഇപ്പം ഇങ്ങനെയുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് അതാവാണ്ട് സബ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് അത് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയുടെ കളർ ലൈറ്റൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി അതിനുണ്ട്. ലെമണ്ണാവട്ടെ ഹണിക്കാവട്ടെ, അതായത് നമ്മൾ പറയില്ലേ തേൻ ഒരിക്കലും തലമുടിയിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് പറയില്ലേ, തേൻ അപ്ലൈ ചെയ്താൽ മുടി നരയ്ക്കും എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം അതാണ് അതിൻ്റെത്. മുടിയിൽ ഏതെങ്കിലും ഒരു പാക്കിൻ്റെ കൂടെയൊക്കെ തേൻ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താലൊന്നും ഒരിക്കലും മുടി നരയ്ക്കാൻ പോണില്ല. അങ്ങനെ അത് മാത്രം തേൻ മാത്രം അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ മുടി നരയ്ക്കുന്നത് കേട്ടോ. നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. എനിക്കിനി പിറകെ കൂടി അപ്ലൈ ചെയ്യാനുണ്ട്. ഇവിടെ ഓക്കെ ആയി. എനിക്ക് പിമ്പിൾസ് വരുന്നുണ്ട് ഇവിടെ. ഞാൻ പുറകെ കൂടി ഒന്നുകൂടി അപ്ലൈ ചെയ്യട്ടെ. ഗൾഫിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രമേ ഹെയർ
മാത്രം. ഇപ്പൊ ഞാനിവിടെ കഞ്ഞിവെള്ളം കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല, കിട്ടുന്നവരുണ്ടാവാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതും കൂടി അപ്ലൈ ചെയ്യാം. കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ തൈര് മാത്രം വെച്ചിട്ട് നമുക്ക് താരൻ കളയാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. തൈര് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് താരൻ കളയാനായിട്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് മുടി മസാജ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലെങ്ത് വൈസും വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ലെങ്ത് വൈസ് അപ്ലൈ ചെയ്തിട്ടില്ല. നന്നായിട്ട് സ്കാൽപ്പിൽ മാത്രം മസാജ് ചെയ്താൽ മതി, താരൻ്റെ ആയതുകൊണ്ട് കേട്ടോ. അല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത് വൈസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത്. ഷാമ്പു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാമ്പു ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. കഞ്ഞിവെള്ളം ഫെർമെന്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഷാമ്പു ഉപയോഗിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മൈൽഡ് ഷാമ്പു മാത്രം ഉപയോഗിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് നോക്കാം, ഷാമ്പൂവിന് പകരമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ശിക്കക്കായ് പൗഡർ അങ്ങനത്തെ ഒക്കെ കിട്ടുമല്ലോ. ഇപ്പം റീത്ത പൗഡർ, ശിക്കക്കായ് പൗഡർ അതൊക്കെ ചേർത്തിട്ട് ഷാമ്പു ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താളി അപ്ലൈ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഷാമ്പു നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉണ്ടാകുമ്പോൾ അതിനൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു സ്മെല്ല് പോകാനായിട്ട് അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താരൻ കളയാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ. ബാക്കിയുള്ള ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടെ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതിലെന്തെങ്കിലും ഞാൻ അപ്ഡേറ്റ്സ്, ഈ ചാനലിൽ വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ ബൈ.